അപ്പം ഞാൻ ഇതുകൊണ്ട് ഈ ഉരുളങ്ങ കൊണ്ട് ഒരു വൈകുന്നേരത്തെ ചായയുടെ കടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതുകൊണ്ട് ഞാൻ നല്ല വൈകുന്നേരം ഒരു പലഹാരം ഉണ്ടാക്കി ചായക്കൂട്ടം ഉണ്ടാക്കി തരാം. അപ്പോൾ ഇത് പടുതല വളവിലുളവിലളവനുതളത്തെ 10 രൂപതളവനുതളഞ്ഞായും. അപ്പോൾ ഈ 10 രൂപതളവനുതളഞ്ഞാൽ ഒരു മൂത്ത ഉരുളങ്ങ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനത് മുറിച്ച് നോക്കട്ടെ. മുറിച്ചിട്ട് നല്ല ഉരുളങ്ങ ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും ചായക്ക് കൂട്ടാനുള്ള നല്ലൊരു കടി ഉണ്ടാക്കി തരാം. മുറിച്ച് ചെത്തി വേവിക്കട്ടെ. അങ്ങനെ നമ്മുടെ മത്തങ്ങ ചെത്തി നുറുക്കി കഷ്ണങ്ങളാക്കി നല്ല മൂത്ത് വിളഞ്ഞ മത്തങ്ങ, ഇതുപോലെ നല്ല മൂത്ത് വിളഞ്ഞ പഴുത്ത മത്തങ്ങ എടുത്തിട്ട് നമ്മൾ ചെത്തി നുറുക്കി കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വയ്ക്കണം. പടുതല വളവിലുളവിലളവനുതളത്തെ 10 രൂപതളവനുതളഞ്ഞായും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് വേകാനുള്ള വെള്ളം. കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പ് മതി. ഇതിൽ മധുരം ഇട്ടിട്ടുണ്ടാക്കാനുള്ളതാണ്. കുറച്ച് ഉപ്പിട്ട് അത് അടുപ്പത്ത് വയ്ക്കും. പടുതല വളവിലുളവിലളവനുതളത്തെ 10 രൂപതളവനുതളഞ്ഞായും. അപ്പം നമ്മുടെ ഉരുളങ്ങ വെന്തൊന്ന് തുറന്ന് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു സൂപ്പർ പലഹാരം ഉണ്ടാക്കാം. തീ കൊടുക്കട്ടെ. ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരണ്ടി നന്നായി വറുത്തെടുത്തതാണ്. പുഴുക്കലരി വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നതാണ്. 1 ഗ്ലാസ് പുഴുക്കലരി. ഇതിൽ ജീരകം, ഏലക്ക ഒക്കെ ചേർത്ത് പൊടിച്ചതാണ്. ഇനി അതിലേക്ക് വേണ്ടത് വെല്ലം ഉരുക്കിയത്. 1 ഗ്ലാസ് വെല്ലം ഉരുക്കിയത്. നോക്കട്ടെ, ഇളക്കി നോക്കട്ടെ, എന്നിട്ട് ബാക്കി ചേർക്കാം. 1 ഗ്ലാസ് വെല്ലം ഉരുക്കിയത്. 3-4 കഷ്ണം വെല്ലം ഉരുക്കി 1 ഗ്ലാസ് പാനിയാക്കി, നല്ല കൊഴുത്ത പാനിയാണ്, അതിലേക്ക് ചേർക്കണം. എന്നിട്ട് ചേർത്ത് ഇളക്കി. ഇത് ചായക്ക് കൂട്ടാൻ നല്ലൊരു കടിയാണ്. ഇതിനാണ് മത്തം വിളയിച്ചതെന്ന് പറയുന്നത്. ഞാനിപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കിയ കടിയാണ്. ഇത് കഴിച്ചു നോക്കും, നല്ലതാണെന്ന് നോക്കട്ടെ. ഇത് ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്നാക്സ് ആണ്. അപ്പൊ പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അല്ല, ഇത് ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? നല്ല പണിയുണ്ട്. അതിലേക്ക് വറുത്ത് പൊടിച്ച്, പക്ഷെ നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാം ഒരിക്കത്ത് അത് നല്ല പാകത്തിലുണ്ട്. എല്ലാം മധുരവും മത്തൻ്റെ ഇതും എല്ലാം ഫ്ലേവർ നന്നായി കിട്ടുന്നത്. സോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ. നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ലിറ്റിൽ ഡോറി. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എൻ്റെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണണം.